നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ അർച്ചനോട് പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടും ഇപ്പൊ ഞാൻ നിന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് സ്വത്തിന്റെയും കാശിന്റെയും പേരിൽ പരസ്പരം വഴക്കു കൂടാനായിട്ട് എനിക്ക് താല്പര്യമില്ലാത്തോണ്ടാ. അതുകൊണ്ട് മര്യാദക്ക് ഞാൻ പറയാ, ഇറങ്ങിപ്പോ. വളർത്തുന്നതും ഉപേക്ഷിക്കുന്നതും ഒക്കെ നിങ്ങളുടെ താല്പര്യം. അതിന്റെ പേരിൽ ഒരു സ്വത്ത് തർക്കം ഉണ്ടാക്കാൻ ഞാൻ വരുന്നില്ല. പക്ഷെ എനിക്ക് കൂടെ അവകാശപ്പെട്ടതിൽ നിന്ന് ഒരു തരി മണ്ണോ ഒരു ചില്ലി കാശോ ഞാൻ തരില്ല. എല്ലാം ഒറ്റയ്ക്ക് അടിച്ചുകൊണ്ട് പോവാനല്ലേ നിങ്ങൾ ആ കൊച്ചിനെയും കൊണ്ടുവന്നത്? ആരില്ലാത്ത അനാഥയായ കൊച്ചിനെ അമ്മയായി കാണുന്ന അർച്ചനെ വാനോളം പുകഴ്ത്തുന്നവരുണ്ടാവും. നിങ്ങളുടെ ഉദ്ദേശം എനിക്കറിയാം. ഒരു കുഞ്ഞില്ലെങ്കിൽ ഇതൊന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് തോന്നിയതല്ലേ ഈ കൊച്ചിനെ വളർത്താന്നുള്ള ചിന്ത? സ്നേഹ, നിന്നോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എനിക്കൊന്നിന്റെ ആവശ്യമില്ലാന്ന്. അച്ഛൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്റെ താല്പര്യപ്രകാരം അല്ല. പിന്നെ എന്നു മുതലാണ് നിനക്ക് ഈ പൈസയുടെ സ്വത്തിന്റെയൊക്കെ സ്നേഹം തുടങ്ങിയതെന്നും ഇതൊക്കെ ഇപ്പോ ആര് പറഞ്ഞിട്ടാ നീ ചെയ്യുന്നതെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. ധനുഷ് എന്ന് പറയുന്നവരോട് നീ ചെന്ന് പറഞ്ഞേക്ക് അർച്ചനയ്ക്കൊന്നും വേണ്ടാന്നും അവൻ ഇവിടെ നിന്നും കിട്ടാനും പോകുന്നില്ലാന്നും. ധനുഷ് പറഞ്ഞിട്ട് തന്നെയാ ഞാൻ ഇതൊക്കെ പറയുന്നത്. അതിലെന്താ തെറ്റ്? നാളെ ഒരു സമയത്ത് ഞാൻ അവന്റേതായി കഴിയുമ്പോ അവനും കൂടെ അനുഭവിക്കാനുള്ളതാ ഇതൊക്കെ. ഞങ്ങൾക്കും ഉണ്ടാവും കുഞ്ഞുങ്ങള്. ആ കുഞ്ഞുങ്ങൾക്കും കൂടെ ഉള്ളതാ എവിടുന്നോ കൊണ്ടുവന്ന ഈ കൊച്ചു അനുഭവിക്കാൻ പോകുന്നത്. അപ്പൊ എനിക്ക് ദണ്ണം ഉണ്ടാവും. മര്യാദയ്ക്ക് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അച്ഛനോട് പോയി പറയണം ഒന്നും വേണ്ടെന്നും ആവശ്യമില്ലാത്ത തീരുമാനങ്ങൾ എടുക്കണ്ടെന്നും. സ്വന്തം മക്കളെക്കാൾ ഇഷ്ടം മരുമക്കളോടായതുകൊണ്ട് പറഞ്ഞാൽ കേൾക്കുമായിരിക്കും. അതല്ല, ചുളുവിന് നിന്ന് ഇതെല്ലാം അടിച്ചെടുക്കാനുള്ള പരിപാടിയായിട്ട് ഇനിയും മുന്നോട്ട് പോവാനാണെങ്കിൽ ആർക്കും അനുഭവിക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ഓരോന്ന് ചെയ്തു കളയും. പിന്നെ അതെല്ലാവർക്കും ബുദ്ധിമുട്ടാവും. സ്നേഹേ, നിനക്ക് പറയാനുള്ളതെല്ലാം എല്ലാവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു കഴിഞ്ഞതല്ലേ? പിന്നെന്തിനാ വീണ്ടും അതിനെപ്പറ്റി ഒരു സംസാരം? സച്ചിയേട്ടന്റെ ഈ നിൽക്കുന്ന ഭാര്യ കൂടെ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാ. എന്റെ ഈ നിൽക്കുന്ന ഭാര്യ നിന്റെ ആരുമല്ലേ? മുറ പറഞ്ഞ ഏട്ടത്തിന്ന് വിളിക്കണമെങ്കിലേ ഏട്ടത്തിയായിട്ട് നിൽക്കണം. അവൾ അങ്ങനെ ഏട്ടത്തിയായി നിന്നിരുന്നെങ്കിൽ ഇതിനോടകം അർച്ചന നിന്നെ തല്ലിയാനെ. നീ പറയുന്ന എല്ലാം കേട്ട് ഇതുപോലെ തലതാഴ്ത്തി നിൽക്കില്ലായിരുന്നു. ഇടീ, എന്താ നിന്റെ പ്രശ്നം? നീ എന്നോട് പറയും. ഞാൻ പറഞ്ഞ കേൾക്കുന്ന ആളാ എന്റെ ഭാര്യ. അവളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം. ഇനി നീയായിട്ട് അവളെ അനുസരണ പഠിപ്പിക്കാനൊന്നും പോകണ്ട. വല്ലയിടത്തും കിടക്കുന്നതിനൊക്കെ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നിട്ട് വളർത്തുന്നതെല്ലാം ശരി. അതിന്റെ പേരിൽ സ്വത്തുക്കള് വേണോന്ന് പറഞ്ഞ് അച്ഛന്റെ പുറകെ നടക്കുന്നത് ശരിയല്ല എന്ന് ഒന്ന് പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. സ്വത്തുക്കൾ ഞങ്ങളുടെ കുഞ്ഞിന്റെ പേർക്ക് എഴുതണമെന്ന് അച്ഛനോട് അർച്ചന ആവശ്യപ്പെടുന്ന നീ കേട്ടോ? നീ കേട്ടോന്ന്? എന്തിനാ കേക്കുന്നേ? അച്ഛന്റെ അങ്ങനെ ഒരു തീരുമാനം ആര് പറഞ്ഞിട്ടാന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ നീ ഇപ്പൊ ഊഹിക്കണ്ട. എന്റെ കുഞ്ഞിന് വേണ്ടത് സമ്പാദിക്കാൻ എനിക്കറിയാം. അച്ഛൻ ആഗ്രഹിച്ചാലും ഞാനോ ഇവളോ ഞങ്ങളുടെ കുഞ്ഞോ നിങ്ങളുടെ ആരുടെയും അവകാശം തട്ടിപ്പറിക്കാൻ വരില്ല. അതുകൊണ്ട് ഈ ഒരു പ്രശ്നം വഷളാക്കാതെ നീ പോ. ഇത്രയും നേരം ഞാൻ മര്യാദയ്ക്ക് നിന്നോട് സംസാരിച്ചു. ഇനി എന്റെ മര്യാദ ഞാൻ മാറ്റിവെക്കും. നീ അർച്ചനോട് പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടും ഇപ്പൊ ഞാൻ നിന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് സ്വത്തിന്റെയും കാശിന്റെയും പേരിൽ പരസ്പരം വഴക്കു കൂടാനായിട്ട് എനിക്ക് താല്പര്യമില്ലാത്തോണ്ടാ. അതുകൊണ്ട് മര്യാദയ്ക്ക് ഞാൻ പറയാ, ഇറങ്ങിപ്പോ. പോകാനാ പറഞ്ഞത്. സ്നേഹ, നീ ഇപ്പൊ പോ. ഇനി ഇതിനെ കുറിച്ചൊരു സംസാരം വേണ്ട. ചെല്ല.
അവള് പറഞ്ഞൊന്നും താൻ കാര്യാക്കണ്ട. കാര്യമാക്കണം സച്ചേട്ടാ. ഇന്ന് അവള് പറഞ്ഞത് നാളെ ഇവിടെ മറ്റുള്ളവർ പറയും. ഇപ്പൊ സ്നേഹം മാത്രം പറഞ്ഞ് മനസ്സിലാക്കിച്ചാൽ മതി. നാളെ അത് എല്ലാവരും പറഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് പിന്നെ വേറെ വഴിയില്ലാതാവും. നമ്മളൊന്നും പറഞ്ഞല്ലോ, അച്ഛനായിട്ട് തന്നെ തീരുമാനിച്ചല്ലേ. അച്ഛൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്തിനാന്ന് എനിക്കിപ്പോ മനസ്സിലാവാത്ത. അച്ഛനും കരുതി കാണില്ല ഇത് ഇത്ര വലിയ പ്രശ്നമാവുന്നു. ഞാൻ പോയി അച്ഛനോട് പറഞ്ഞിട്ട് വരാം, അച്ഛൻ്റെ ഈ തീരുമാനം ഒന്ന് പിൻവലിക്കണമെന്ന്. ഇപ്പൊ തന്നെ അതിനൊരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇതിന്റെ പേരിൽ ഇനിയും നമ്മൾ സങ്കടപ്പെടേണ്ടി വരും. സച്ചിയുടെ മോളെ നോക്ക്, ഞാനിപ്പോ വരാം. താൻ ഇപ്പൊ തന്നെ പോയി പറഞ്ഞ് അച്ഛനെ സങ്കടപ്പെടുത്തണം. അച്ഛന്റെ സങ്കടത്തിന്റെ പ്രശ്നം മാത്രമല്ല സച്ചേട്ടാ, ഇത് നമ്മുടെ മോളുടെ ജീവിതത്തിന്റെയും കൂടിയാ. നമ്മൾ അവളെ ഇവിടെ വളർത്തുന്നതിന്റെ പേരിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. സ്വസ്ഥത വേണം, വളരുന്ന കുഞ്ഞിനും വളർത്തുന്ന നമുക്കും. ഞാനിപ്പോ തന്നെ ഒന്ന് അച്ഛനോട് സംസാരിക്കട്ടെ. കാര്യം പോലെ പറഞ്ഞാൽ അച്ഛന് മനസ്സിലാവും. ആതിരയുടെ കുഞ്ഞിന്റെ പേരിൽ സ്വത്തുക്കൾ എഴുതി വെക്കുന്നത് മനസ്സിലാക്കാം. പക്ഷെ അർച്ചനയുടെ കുഞ്ഞിന്റെ പേരിൽ സ്വത്തുക്കൾ എഴുതി വെക്കാൻ പറ്റില്ല. ഇതിനൊക്കെ ഞാൻ നിങ്ങളെ കൊണ്ട് മറുപടി പറയിപ്പിക്കും. എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ ഇതിന് സമ്മതിക്കില്ല. എനിക്ക് അച്ഛനോടൊരു കാര്യം പറയാനുണ്ട്. സച്ചിൻ എന്നോടെല്ലാം പറഞ്ഞു. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് ഞാൻ അച്ഛനോട് നേരത്തെ പറഞ്ഞതല്ലേ. ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാ. നീ ഇപ്പൊ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. എന്റെ കാര്യം അറിയാലോ, എപ്പോഴാ എന്താ സംഭവിക്കാന്നൊന്നും അറിയില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.